esteemed chief guest, respected principal, cherished faculty members, parents, and my dear friends. We are gathered here to observe Martyrs' Day. On this special day, let's start with God's grace. I invite Kumari Deepthi Maria and Ashwati for the prayer. Today, I am very much happy to have P. Sri Ramakrishnan sir as our chief guest. He is the present speaker of Kerala Legislative Assembly who was elected on 3rd June 2016. He was born on 14th November 1967 to P. Govindan Nair and Sita Lakshmi in Perindalmanna, Malappuram and married to Mrs. Divya. They are blessed with 2 children. He has done Masters and B.Ed in Malayalam. Shri P. Sri Ramakrishnan had also served as a Malayalam teacher in the Melattur Ravivarma Moopil Eradi Higher Secondary School, Malappuram over a decade. He has been a member of Kerala Legislative Assembly representing the Ponnani constituency since 1st June 2011. Let's invite our Honorable Speaker P. Sri Ramakrishnan sir to address us. ചാലക്കുടി കാർമൽ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഇന്ന് ഗാന്ധിജിയുടെ 72ാമത് രക്തസാക്ഷി ദിനമാണ്. ഗാന്ധിജി എല്ലാ ഇന്ത്യക്കാരുടെയും എല്ലാ കാലത്തെയും ഒരു അഭിമാനമാണ്, ഒരു അഹങ്കാരമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിൽ ഇന്ത്യ എന്ന ആശയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു മഹാനായിരുന്നു ഗാന്ധി. ഇന്ത്യ യഥാർത്ഥത്തിൽ പല കഷ്ണങ്ങളായിട്ട് ഛിന്നഭിന്നമായി കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു. ആ ഇന്ത്യ ഏകോപിപ്പിച്ച് അധികാരത്തിൻ്റെ ബലത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മളെ അടക്കി വാണ പശ്ചാത്തലത്തിലാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്.
ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ ഏകോപിപ്പിക്കും? പലതരം ഭാഷകൾ, പലതരം ജാതികൾ, പലതരം മതങ്ങൾ, സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭരണകൂടങ്ങളുടെ കീഴിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, ചരിത്രത്തിൽ ആര്യവംശജന്മാർ, ദ്രാവിഡന്മാർ, അവരുടെയൊക്കെ സഹജമായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്ന ഇന്ത്യയെ ഒരു ഏകോപിപ്പിച്ച ദേശീയ പ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. പക്ഷെ തൻ്റെ ആത്മീയ ശക്തി കൊണ്ട്, ആത്മീയതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുനർവ്യാഖ്യാനം കൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് ഒരു ഏകോപനത്തിന് രൂപം കൊടുത്തു. ചരിത്രത്തിൽ അന്നുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ തരം സമരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുമെന്ന് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിക്കുന്നവരെ നമ്മൾ ആലോചിച്ചിരുന്നില്ല. മനുഷ്യൻ്റെ നന്മയിൽ ഏറ്റവും വലിയ വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചവിട്ടിയിട്ട്, പല്ലുകൾ ചവിട്ടി കൊഴിച്ച് ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുമ്പോൾ അദ്ദേഹം തന്നെ അങ്ങനെ ചെയ്ത വെള്ളക്കാരനായ പട്ടാളക്കാരോട് ചോദിച്ചത്, പോലീസുകാരോട് ചോദിച്ചത്, അങ്ങയുടെ കാല് നൊന്തു എന്നാണ്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ക്രൂരത ചെയ്ത വെള്ളക്കാരന് അത്ഭുതമാണ് തോന്നിയത്. ഇതെന്ത് തരം മനുഷ്യനാണ്? അഹിംസ ഒരാശയമായി കൊണ്ടുവന്ന് എതിരാളികളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് ഭാരതത്തെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അദ്ദേഹം സഹിഷ്ണുതയുടെ പര്യായങ്ങളായിട്ട് പുനർവ്യാഖ്യാനം ചെയ്തു. ഹരേ രാം എന്ന് വിളിക്കുമ്പോൾ ശത്രുതയുടെ റാം ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു, രമ്യതയോടുകൂടി നിങ്ങൾ യോജിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. രമ്യത എന്ന വാക്കിൽ നിന്നാണ് രാമനുണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വളരെ പ്രസക്തമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യ കർഷകൻ്റെ കണ്ണുനീരണിയുന്ന ഒരു കാലം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം എന്നും ആഗ്രഹിച്ചിരുന്നു. കർഷകനാണ് ഇന്ത്യയെ തീറ്റിപ്പോറ്റുന്നത്. കൃഷി ചെയ്യാൻ സാധിച്ചാൽ അത് ജീവിതത്തെ ഏറ്റവും സൗഭാഗ്യമുള്ള ഒന്നാണ് അദ്ദേഹം കരുതിയിരുന്നു. ആ കർഷകൻ്റെ കണ്ണീരിൽ കുതിർന്ന ഒരു റിപ്പബ്ലിക് ഡേ ആണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ചെങ്കോട്ടയിൽ ഇന്ത്യയിലെ കർഷകർ കൊടിയുയർത്തിയ ഒരു സാഹചര്യമുണ്ടായി. ജീവൻ ബലിയർപ്പിച്ചു. 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, 10,000-കണക്കിന് ട്രാക്ടറുകൾ ഉരുട്ടി ദേശീയ തലസ്ഥാനത്തേക്ക് കടന്നു വന്ന ഒരു സവിശേഷ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ടായിരിക്കുകയാണ്. ജനാധിപത്യം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ ആ ജനാധിപത്യത്തിൽ എല്ലാവരുടെയും സന്തോഷവും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയും. സാമൂഹ്യ ജനാധിപത്യമില്ലാത്ത രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് ഇന്ത്യ എങ്ങോട്ടും എത്താൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് അംബേദ്കറാണ്. തീർച്ചയായിട്ടും ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മുടെ ഭരണഘടനയുടെയും ഗാന്ധിജിയുടെയും ദർശനങ്ങളെയും മൂല്യങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാനും അത്ഭുതാദരങ്ങളോടുകൂടി മാത്രം നമുക്ക് നോക്കിക്കാണാൻ കഴിയും നമ്മുടെ രാഷ്ട്രപിതാവിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ രക്തസാക്ഷി ദിന സന്ദേശം ഉൾക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി സമൂഹത്തിൻ്റെ നന്മയ്ക്കും സഹിഷ്ണുതയോടുകൂടി ഉള്ള ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. On behalf of Kamal Academy, I thank P. Sri Ramakrishnan Sir, present Speaker of Kerala Legislative Assembly. Police officers put the badge on every morning, not knowing for sure if they'll come home at night to take it off. Yes, I welcome Sri V.K. Raju, who is the Assistant Commissioner of Police, Thrissur. A warm good morning to one and all. Respected Principal Father Yesudas Chungat, Carmel Academy Chalakudi, teachers and all my dear students. Today I am here before you to speak about the importance of Matrix Day. Matrix Day, also known as Sarvodaya Day or Shahid Divas, marks the assassination of the father of the nation. Mahatma Gandhi led India's struggle for independence that confided in India's freedom from British rule on August 15, 1947. Gandhiji played a prominent role in India's freedom struggle and used non-violence and peaceful methods to attain freedom from the British. Mahatma Gandhi, the father of our nation, was assassinated on January 13, 1948. India observes Gandhi's death anniversary as Matrix Day every year. Mahatma Gandhi
was one of the most charismatic leaders who fought for the freedom of the country with ahimsa and satyagraha as his only weapons. Gandhi influenced both nationalist and internationalist movements and brought the cause of India's independence from British colonial rule to world attention. Gandhi's principle of satyagraha has also inspired other national activists. The title of Mahatma was accorded on Gandhiji in 1915 by his admirer Rabindranath Tagore. Gandhiji was born in Porbandar in Gujarat on 2nd October 1869. He had his schooling in nearby Rajkot, where his father served as the advisor to the local ruler. Gandhi dedicated his life to the wider purpose, discovering truth. He tried to achieve this by learning from his own mistakes and conducting experiments on himself. He called his autobiography The Story of My Experiments with the Truth. He stated that the most important battle to fight was overcoming his own demons, fears, and insecurities. Gandhi summarized his beliefs first when he said, God is truth. He would later change this statement to truth is God. Thus, truth in Gandhi's philosophy is God. The concept of non-violence has a long history in Indian religious thought. Gandhi explains his philosophy and way of life in his autobiography. Throughout his life, Gandhi remained committed to non-violence and truth even in the most extreme situations. He was a student of Hindu philosophy and lived simply, organizing an ashram that was self-sufficient in its needs. He made his own clothes, the traditional Indian dhoti and towel, woven with a charkha, and lived on a simple vegetarian diet. He used a rigorous fast, abstaining from food and water for long periods, for self-purification as the father of the nation by Subhash Chandra Bose and later by the whole nation. October 2nd, his birthday is commemorated as Gandhi Jayanti and is a national holiday, we know. The entire history of the freedom movement is replete with the saga of bravery, sacrifice, and political sanctity of great men and even of the country. This struggle, which gained momentum in the early 20th century, raised stalwarts like Mahatma Gandhi, Lala Lajpat Rai, Motilal Nehru, Abdul Kalam Azad, C. Rajagopalachari, Bala Gangadhar Tilak, Gopalakrishna Gokhale, Jawaharlal Nehru, and Subhash Chandra Bose. Many prominent women played a leading role in the freedom movement. The Indian independence movement consisted of efforts by Indians to obtaining political independence from British, French, and Portuguese rule. It involved a wide spectrum of Indian political organizations, philosophies, and rebellions between 1857 and 1947. Gandhi's philosophy and his ideologies are truth and non-violence. Gandhi explains his philosophy and way of life in his autobiography. Gandhi's thought can be summed up in 4 words: truth, non-violence, Sarvodaya, and Satyagraha. These are indeed the 4 pillars of Gandhian thoughts. Gandhi built his life's mission on the 2 pillars of non-violence and truth. He said, I have nothing new to teach the world. Truth and non-violence are as old as the hills. His interpretation of non-violence was not limited to abstaining from physical violence. He maintained that faith without action and suffering injuries were forms of violence. He used to say, my life is my message. On 13th January, Martyrs' Day is celebrated in India to pay homage to the victims who fought for the freedom
welfare and progress of India. Nation pays homage to Mahatma Gandhi on his 71st death anniversary. The contribution of Mahatma Gandhi towards the nation and its independence is no secret. He was a great freedom fighter who taught the lesson of non-violence and worked on building the unity of the nation, which was broken by the British. After India got independence in 1947, Bapu stayed away from politics and started working on the harmony, peace and brotherhood among the people. On January 13, 1948, the father of nation was assassinated at Gandhi Smriti in Birla House during the evening prayers. January 13 is the day when Mahatma Gandhi was martyred, and the government of India announced the day as Shahid Divas or Martyrs Day. On January 13, the President, Vice President, the Prime Minister and the Defense Minister get together at the Rajkot Samadhi of the Mahatma Gandhi and put down flowers garland at the statue of Father of the Nation. The armed force, personnel and inter-service contingent of the country give an honorable salute to the martyrs. The people gathered at the places keep silence for 2 minutes in the memory of Bapu and others martyrs of the country. This is a tribute to Satyagrahas led to the Gandhis who worked for India's freedom. Thank you all. On behalf of Carmel Academy, I thank Sir V.K. Raju, the Assistant Commissioner of Police, Thrissur. Now I invite Kumari Anne Bella and Anne Marin for the patriotic song. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരക്ത ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരക്ത ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഈ ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർശ്വബുദ്ധ ജൈനനും തോളു ചേർന്ന വിരമിച്ച നാടിതൊന്നു ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർശ്വബുദ്ധ ജൈനനും തോളു ചേർന്ന വിരമിച്ച നാടിതൊന്നു ഭാരതം. ഈ ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. പിച്ചവച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു, കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിച്ചവച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു, കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരക്ത രക്തമാ, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരക്ത രക്തമാ, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാ. ഈ ദേശ ഹമാരാ, जान से प्यारा, प्यार हमारा. आजादी आजादी आजादी. വിഷം വിതച്ച് കൽഷമാക്കും ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്ന് പാരിലാക്കി പൂമണം പരത്തണം.
വിഷം വിതച്ച് കൽശമാക്കി ദുഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്ന് പാരിലാക്കി പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം, മൂഖത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. കരം പിടിച്ചു ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം, മൂഖത വെടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. ഈ ദേശ് ഹമാരാ जान से प्यारा, प्यार हमारा, आजादी आजादी आजादी. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരക്ത ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരക്ത ചിന്തയാൽ പുലർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഈ ദേശ ഹമാരാ, जान से प्यारा, प्यार हमारा, आजादी 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 आजादी. Thank you, Anvala and Anne Marin, the captain of this sailing ship of knowledge. Our principal, Reverend Father Yeshudas Chungat. I invite him for the message of the day. Dear children, parents and staff, hearty greetings of Martyrs' Day. On 30th January, our father of the nation, Mahatma Gandhi, was assassinated by a fanatic. Every year, on the day Gandhi was martyred, Carmel Academy observes Martyrs' Day. This day, we recollect all the great men who fought in the freedom struggle for the liberation of our country. On this day, we shall also remember all the other martyrs like Socrates and Jesus Christ, who stood for truth, striving for the betterment of humanity. We have two eminent persons to inspire you on this occasion. One is Honorable Speaker of Kerala Assembly, Sri Sri Ramakrishnan, and the other is the Assistant Commissioner of Police Thrissur, Mr. V.K. Raju. I sincerely thank them for their willingness to share their time with us, and I wish them good luck. Since they have given elaborate speeches, I don't wish to speak at length. I would like to remind you that liberation is a relative term. It is an ongoing process, not a finished product. We are the ones who have to work for that. For that, we need to ward off from hatred that blinds our vision. Let this be our prayer that truth alone triumphs. Satyameva Jayate. God bless you. God bless India. Thank you, Father. Now I invite Kumari Shivani for the speech. A warm good morning to one and all. I am standing before you to say a few words on Martyrs' Day. 30th of January, the day when the father of our nation, Mahatma Gandhi, was assassinated by Nathuram Godse. It gives me a feeling of honor to talk about the importance of the day and the teachings of the great Mahatma. Martyrs' Day is celebrated on 30th of January every year in India to pay homage to the victims who fought for freedom, welfare and progress of India and sacrificed their lives. India is among other 15 countries of the world where Martyrs' Day is celebrated to pay homage to the freedom fighters. Mahatma Gandhi, one such benevolent freedom fighter, who considered humanity as his religion. For him, war was the blunt weapon, and he followed non-violence, the sharpest weapon for attaining freedom. His teachings of Satyagraha helped millions of lives across the globe.
His teachings of non-violence and living for the well-being of the society has made him a revered figure who is respected by people throughout the world. Let us all pledge to follow the paths of truth and non-violence. Let us all make our Bapu proud and pray for his soul. Thank you. Thank you, Shivani. Martyrs' Day marks the death anniversary of the Father of Nation, Mahatma Gandhi. It is observed all over India on 30th January. Now I invite some students for declamation. I am Mohandas Karamchand Gandhi. I believe in truth, non-violence and peace. I love my India. People call me Bapuji. My life is my message. Jai Hind. Raghupati Raghav Raja Ram Padid Pavan Sitaram. Raghupati Raghav Raja Ram Padid Pavan Sitaram. They may kill me, but they cannot kill my ideas. They may crush me, but they cannot crush my spirit. Don't see others doing better than you. Beat your own records every day, because success is a fight between you and yourself. Manpower without unity is not a strength. Unless it is harmonized and united properly, then it becomes a spiritual power. We fight for independence. In the words of Lord Krishna, we will. If we are victorious, enjoy the fruits of victory. If defeated and killed on the battlefield, we shall surely earn eternal glory and salvation. कितूर हमारा है और हमारा ही रहेगा. हम अपनी अंतिम सांस तक लड़ेंगे और इसे विदेशियों के हाथों में न जाने देंगे. जी हाँ, मैंने अपना फर्ज निभाया. मैं अंतिम सांस तक अंग्रेजों से लड़ी और अपना जीवन देश के लिए कुर्बान कर दिया. आपको पता है मैं कौन हूँ? मैं हूँ रानी चेन्नम्मा. Kanagalata Barua was born to Krishna Kanta Barua and Korneshwari Barua in Assam. She is remembered as the youngest freedom fighter from Assam. Inspired by Mahatma Gandhi's Quit India movement, 17-year-old Kanagalata joined the movement. Kanagalata Barua led a procession with unarmed villagers to the police station to hoist tricolour flag, removing the British flag. Police started firing at them. As a leader, Kanagalata was holding the flag. She was shot and still holding the flag, making sure it does not fall on the ground. By uploading the flag, she showed the dignity and pride of our tricolour flag in front of all. Vande Mataram! Vande Mataram! Vande Mataram! Syasyamalam Mataram Vande Mataram Vande Mataram Janmam nalgiya naadinu vendi jeevan nalgan poyavare nayagare senanikale ആയിരം
അഹിംസാ കൊടുമുടികൾ ഇത് സ്വാതന്ത്ര്യ പടിവാതിലുകൾ അതിരുകളില്ലാതിവിടെ പൊരുതിയ പടയാളികളെ അഭിവാദ്യം പടയാളികളെ അഭിവാദ്യം വന്ദേ മാതരം വന്ദേ മാതരം ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകി മരിച്ചവരെ ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകി മരിച്ചവരെ നായകരെ സേനാനികളെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. Dear all, I would like to share a special thought with you today. I want my country to feel the real significance of patriotism, not just for a day or two, but for each and every day. I want my nation to remember not only the great freedom fighters, but also the bold women like Begum Hasrat and Manikarnika. I want my country to not only be protected on the borders, but give protection to women and children inside. I want my nation not to be divided and separated on religious regards, but to be known for its unity and humanity. Let's observe this Martyrs' Day with all due respect and hope for a peaceful life in this beautiful world. Thank you. हे मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. हे मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. तुम भूल न जाओ उनको, इसलिए सुनो ये कहानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. थी खून से लथपथ काया, फिर भी बंदूक उठा के 10-10 को एक ने मारा, फिर गिर गए होश गंवा के. जब अंत समय आया तो जब अंत समय आया तो कह गए कि अब मरते हैं. खुश रहना देश के प्यारों, खुश रहना देश के प्यारों. अब हम तो सफर करते हैं, अब हम तो सफर करते हैं. क्या लोग थे वो दीवाने, क्या लोग थे वो अभिमानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. तुम भूल न जाओ उनको,
इसलिए